തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കൂ. തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കൂ. പിൻവലിക്കൂ. ഡിജിറാംജി ബിൽ പിൻവലിക്കൂ. ഡൗൺ മോദി സർക്കാർ. അട്ടിമറിച്ച തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുക. മഹിളാ കോൺഗ്രസ് സിന്ദാബാദ്. മഹിളാ കോൺഗ്രസ് സിന്ദാബാദ്. അമ്മമാരുടെ പ്രതിഷേധം. തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ ഉയരത്തങ്ങനെ പ്രതിഷേധം. ഗ്രാമങ്ങളിലെ പട്ടിണി മാറ്റിയ അമ്മമാരുടെ പട്ടിണി മാറ്റിയ ഗ്രാമങ്ങളിലെ പട്ടിണി മാറ്റിയ തൊഴിലുറപ്പ് നിയമം തിരികെ വേണം. പാവപ്പെട്ട തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ പടുത്തുയർത്തിയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരെ മാപ്പില്ല. നിങ്ങൾക്കിനിയും മാപ്പില്ല. പട്ടിണി മാറ്റാൻ നാടുണരാൻ. കോൺഗ്രസ് നല്ലൊരു പ്രസ്ഥാനം. ഇന്ത്യ എന്നൊരു രാജ്യത്ത് നമ്മുടെ സംസ്ഥാന പ്രസിദ്ധി അധിക ഗതികേറ്റ് ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രമ്യ ഹരിദാസ് അവരുടെ ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ഷാഫിയ മാം അവരെ ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെക്രട്ടറി SAG അവരുടെ ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ കാര്യസമിതി അംഗം ബിന്ദുകൃഷ്ണ അവരുടെ ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ മുൻ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗം കൂടിയായ പ്രിയങ്കരായ ഷാനിമോൾ ഉസ്മാനെയും ഈ ബദലിക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിയങ്കരായ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് അടക്കം എല്ലാവരെയും ഈ ബദലിക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അട്ടിമറിക്കാനുള്ള BJP ഗവൺമെന്റിന്റെ ആ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ് എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം കൂടി നമ്മൾ ഇവിടെ നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന ഈ തീരുമാനമെടുത്ത BJP ഗവൺമെന്റ് വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർഷക ബില്ലൊക്കെ എങ്ങനെയാണോ പിൻവലിച്ചത് അതേപോലെ തന്നെ ഇതും പിൻവലിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി KPCC കോർ കമ്മിറ്റി അംഗം, രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാനെ ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളെ, പ്രിയമുള്ള ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും ഉചിതമായ സമയത്ത്
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട ജബി മേത്തർ എംപിയെയും ഭാരവാഹികളെയും ആദ്യം തന്നെ KPCCക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നാളെ പാർലമെന്റ് തുടങ്ങാൻ പോകുന്നു. ശ്രീമതി ജബി മേത്തർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനമടക്കം നടക്കാനിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ ആ നയപ്രഖ്യാപനത്തിലാണ്, ബഡ്ജറ്റിലാണ്. നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. ഈ രാജ്യത്ത് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും ആദരണീയയായ ശ്രീമതി സോണിയാഗാന്ധിയുടെയും ലോകം കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തില് വിപ്ലവകരമായിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. നമ്മളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാജ്യത്താകമാനമുള്ള പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രീകരിക്കുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ വ്യവസ്ഥ ചെയ്യുന്ന, വ്യവസ്ഥ എന്നുള്ള വാക്ക് ഞാൻ അടിവരയിടുകയാണ്, വ്യവസ്ഥ ചെയ്യുന്ന ഒരു പദ്ധതി. അതിനാരുടെ പേരിടണമെന്നുള്ള കാര്യത്തില് കോൺഗ്രസിനോ UPA ഗവൺമെന്റിനോ മറ്റൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഗ്രാമങ്ങളുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന സങ്കല്പം ലോകത്തിന് സംഭാവന ചെയ്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെയായിരിക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ നിർബന്ധമായിരുന്നു. നാം ആലോചിക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം പട്ടിണിയിൽ മാത്രം അമർന്നിരുന്ന ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, പദ്ധതികളെ സംബന്ധിച്ച് അന്ന് നമ്മുടെ നേതാക്കന്മാർ അന്നും ആലോചിച്ചിരുന്നു. പകർച്ചവ്യാധികൾ എല്ലായിടങ്ങളിലും പടർന്നു പിടിക്കുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി ഒരു സംവിധാനമില്ലാത്ത കാലഘട്ടം, ഇതുപോലുള്ള റോഡുകളോ കെട്ടിടങ്ങളോ ആശുപത്രികളോ അതല്ലെങ്കിൽ മറ്റ് സ്കൂളുകളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സഹന സമരം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അന്ന് ലോകരാജ്യങ്ങളിലെ ലോക പോലീസായിട്ടുള്ള ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അധികകാലം നിൽക്കാൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന് കാരണം എന്താണ്? ഇത്രയേറെ വൈവിധ്യങ്ങളുള്ള ഒരു നാട്, ഇത്രയേറെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമുള്ള നാട്, ഇത്രയേറെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും വേഷങ്ങളും ഭക്ഷണ രീതികളുമുള്ള ഒരു രാജ്യത്ത് ആ ജനങ്ങളുടെ വൈവിധ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രാജ്യം ഈ സ്വാതന്ത്ര്യം അധികകാലം കൊണ്ടു നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അതിശക്തമായിട്ടുള്ള ജനാധിപത്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടന വേണം. ഒരു ഭരണഘടനയാണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തില് ലോകത്തിന്റെ തന്നെ മിഴി തുറക്കുന്ന തരത്തില് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു. ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോഴും ആ ഭരണഘടന ഇന്നും ലോകരാജ്യങ്ങളിലെ നിയമജ്ഞന്മാരും അതുപോലെ ചരിത്രകാരന്മാരുമൊക്കെ നോക്കിക്കാണുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ സമത്വത്തിന് വേണ്ടിയാണ്.
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം വരെ അത് ഒരു വ്യക്തിയുടെ ജന്മാവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ പേര് പോലും സംസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരോട് പറയാനുള്ളത്, BJP-യോട് പറയാനുള്ളത്, ഈ കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇത് തീക്കൊള്ള കൊണ്ട് തല ചൊറിയുന്നത് തുല്യമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ നടന്നു. സംസ്ഥാനത്തും രാജ്യത്തിന്റെ ആകമാനം സമരങ്ങൾ നടന്നു. ഇവിടെയും ഇന്നും എല്ലായിടങ്ങളിലും നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റാൻ പാടില്ല, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളെയൊക്കെ അങ്ങ് മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഇവിടെ ശ്രീമതി ജബി മേത്തർ സൂചിപ്പിച്ചതുപോലെ നാളെ പാർലമെന്റ് തുടങ്ങുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നത് അത് കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്താകമാനമുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ചില ആളുകൾ പറയുന്നത് ഞങ്ങളുടെ കൂടി പിന്തുണയോടുകൂടിയുള്ള ഭരണം അങ്ങ് ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയതെന്ന് CPM-ഓട് പറയുന്നു. ഞങ്ങൾ അതിനെ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രത്തിലും കേരളത്തിലും ഈ പദ്ധതിയെ പയ്യെ ഞെക്കിക്കൊണ്ടുന്ന നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്ന് പിന്നോട്ടെന്ന് ബഡ്ജറ്റുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഏതായാലും ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിയെ അതിശക്തമായി ഞങ്ങൾ എതിർക്കുന്നു. ഈ മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാർ ഇവിടെ നടത്തുന്ന മാതൃകാപരമായിട്ടുള്ള സമരത്തെ അഭിനന്ദിക്കാതെ പോകാൻ ആർക്കും കഴിയില്ല. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഗ്രാമാന്തരങ്ങളില് അതുപോലെ പട്ടണങ്ങളിൽ അയ്യങ്കാളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നതടക്കം എത്ര കുടുംബങ്ങളെയാണ് ഈ പദ്ധതി ഒന്നുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയത്. പ്രിയപ്പെട്ട ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന മഹാത്മജിയുടെ ഉദ്ബോധനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം നൽകുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണം കൈയാളിയ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ പാവപ്പെട്ട സഹോദരിമാർ ഉൾപ്പെടുന്ന കുടുംബത്തിന് അന്നം നൽകുന്ന പദ്ധതി ഇപ്പൊ നരേന്ദ്രമോദി അട്ടിമറിച്ചിരിക്കുക. നരേന്ദ്രമോദി അട്ടിമറിച്ചിട്ട് വികസിത ഭാരതത്തിന് പുതിയ പദ്ധതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവർ പേരുന്ന മഹാത്മജിയെ വെട്ടി, പിന്നെ അവർ ആ പദ്ധതിയുടെ ഫണ്ട് മുഴുവൻ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാർ കൂടി വഹിക്കണമെന്ന് കൊണ്ടുവന്നു. ഈ കേരളത്തിൽ തന്നെ പ്രതിവർഷം 2000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായും കേരളം കണ്ടിട്ടുള്ളതിനകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. പദ്ധതികൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കുമൊക്കെ പണമില്ലാത്തതിന് ദൂർത്തടിക്കൽ മാത്രം പണം കൊണ്ട് കളയുന്ന ഒരു കേരള സർക്കാർ ഈ കേന്ദ്ര സർക്കാർ ഒട്ടും വ്യത്യസ്തമല്ല. എല്ലാ പദ്ധതികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെച്ച് PR-വർക്ക് നടക്കാൻ കോടിക്കണക്കിന് രൂപ, 200 കോടി രൂപ സ്വച്ഛ് ഭാരത് അഭിയാന് വേണ്ടി മാത്രം ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നു. ഏതാണ്ട് എല്ലാ പദ്ധതികളും അതേ തന്നെയാണ്. ശക്തിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്കൊത്ത പിണറായി വിജയനും ഏതാണ്ട് എല്ലാ പദ്ധതികൾക്കും ഇതുപോലെ പരസ്യം കൊടുക്കാൻ കോടികൾ ചെലവഴിക്കുമ്പോ ആ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക തുച്ഛമാണ്. ദൂർത്ത് നടത്തി, അഴിമതി നടത്തി, PR പോരാഞ്ഞിട്ട്, പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ PR പോരാഞ്ഞിട്ട്, പിന്നെ ഈ സഖാക്കൾക്കെല്ലാം PR-ന് കോടിക്കണക്കിന് രൂപ കേരള സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് അവസാനം ജനങ്ങൾക്ക് കൊടുക്കാനില്ല. ക്ഷേമ പെൻഷൻ മാസങ്ങൾ മുടങ്ങിക്കിടക്കുന്നു. ക്യാൻസർ രോഗിയുടെ പ്രതിമാസ അലവൻസ് മുടങ്ങിക്കിടക്കുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ട് ഇന്നേക്ക് 22 മാസമായിരിക്കുക. ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ കൊടുക്കുന്നില്ല. എല്ലാ പെൻഷനും അട്ടിമറിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം പറയാ, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA പോലും അവകാശമല്ല എന്ന് കോടതി കൊണ്ട് പറയിക്കാം. കേസ് നടത്തിയിട്ട് നീക്കൊണ്ടായിരിക്കുമല്ലോ ജീവനക്കാരുടെ അവകാശങ്ങൾ പോലും തച്ചു പകർത്തുകൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ്
ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളെ മുഴുവൻ വെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ. ആ സർക്കാർ എങ്ങനെയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് കണ്ടെത്തി കൊടുക്കുന്നത്? സംസ്ഥാനത്തെ വീടുകൾ, രാജ്യത്തെ വീടുകളിൽ അടുപ്പ് പുകഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയെ അന്തേ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനുള്ള പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നാളെ തുടങ്ങുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ പാർലമെന്റ് ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നത്, പ്രതിഷേധം നടക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച സർക്കാരിനെതിരെയാണ്. 45 ദിവസത്തെ സമര പരിപാടികൾ ആദ്യഘട്ടത്തിൽ തന്നെ AICC പ്രഖ്യാപിച്ച് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ പ്രതിഷേധത്തിന് കേരളത്തിലെ സ്ത്രീകളെ, അമ്മമാരെ അണിനിരത്തിക്കൊണ്ട് സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് നടത്തുന്ന ഈ സമരം ലോക്ഡൌണിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് രാജ്ഭവൻ പറഞ്ഞു മുൻപരുത്, എല്ലാവരും ലോക്ഡൌണിലും ഉണ്ടാവും. ആ ലോക്ഡൌണിന്റെ മുന്നിൽ നിന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രതിഷേധിക്കുമ്പോൾ ഈ സമരം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വേണ്ടി ഉള്ളതാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാൻ ഇന്നലെയല്ല ആരംഭിച്ചത്. സംസ്ഥാന സർക്കാർ കുറെ നാളുകൊണ്ട് ആരംഭിച്ചിരിക്കുക. ഈ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജോലി എടുക്കുന്നത് ഒരു സ്ഥലത്താണെങ്കിൽ വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കിലോമീറ്ററുകൾ നടന്ന് തൊഴിലുറപ്പുകാരായ സഹോദരിമാർ ഫോട്ടോ എടുക്കാൻ ചെല്ലണം. ഉച്ചയ്ക്കും ചെല്ലണം, കാലത്തും ചെല്ലണം. ജോലി ചെയ്തെടുക്കേണ്ടത് വേറെ സ്ഥലത്ത്, ഫോട്ടോ എടുക്കാൻ ഇപ്പൊ വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെ പല സമയം മാറ്റി അതടക്കം ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരായ സഹോദരിമാർക്കെതിരെ വെല്ലുവിളി നടത്തുമ്പോൾ ആ സഹോദരിമാരെ സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പേര് ഈ നാട്ടിൽ നിലനിർത്തുവാൻ കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സഹോദരിമാർക്കായി പോരാടുന്ന സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മറിച്ച കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വീട്ടിൽ അടുപ്പ് പുകയാനും അവരുടെ സാധാരണ മറ്റുള്ള വ്യക്തികളെ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് അട്ടിമറികൾ മാത്രം നടത്താൻ അറിയുന്ന കേന്ദ്ര ഗവൺമെന്റും അതിനൊത്തു നിൽക്കുന്ന കേരള ഗവൺമെന്റും ഇതിനെതിരെ പോരാടിയ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ സൂചന ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജയ് മഹിളാ കോൺഗ്രസ്.